ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ജെഇ മെയിൻസ് സെഷൻ 1 എഴുതിയിട്ടുള്ള എല്ലാ കുട്ടികളെ സംബന്ധിച്ചിട്ടും ഇന്ന് ആൻസർ കീ ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷയോടുകൂടി നോക്കിയിരിക്കുന്ന ഒരു ആൻസർ കീ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ പല കുട്ടികളും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിലും ആൻസർ കീ നോക്കാൻ പലരും ടെൻഷനായിട്ട് എന്നോട് പറയുകയുണ്ടായി. പക്ഷെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ പ്രിപ്പറേഷൻ കുറച്ച് കുറവോടുകൂടി എക്സാം എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ എഴുതിയിട്ടുള്ളൊരു എക്സാമാണിത്. അപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളൊരു എക്സാം എന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ ആൻസർ കീ നോക്കുകയും കൂടി വേണം. കാരണം നമ്മൾ ഫർദർ ആയിട്ട് ഇപ്പോൾ നാറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ അടുത്ത സെഷന് എഴുതുന്ന കുട്ടികളായിരിക്കാം നിങ്ങൾ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയിട്ടുള്ള ആൻസറുകൾ ഏതൊക്കെയാണ് നിങ്ങൾ അറിയാണ്ട് തെറ്റിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് തെറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ടുള്ള എത്ര ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട്, എത്ര സ്കോറാണ് നമുക്ക് ഉള്ളത്, നമുക്ക് റാങ്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നിങ്ങളിത് ആൻസർ കീ ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. ആൻസർ കീ ചെക്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് എത്ര ക്വസ്റ്റ്യൻ ശരിയായിട്ടുണ്ട്, എത്ര ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികളാണെങ്കിലും പുറമേയുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് അയക്കാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാനൊരു അനാലിസിസ് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് കട്ട് ഓഫും എത്ര പെർസെൻറ്റേജാണ് വരാൻ സാധ്യത എന്നുള്ളൊരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ നാളെയായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിലാണ് കിട്ടാൻ സാധ്യത എന്നുള്ള ഒരു അനാലിസിസ് വീഡിയോ കൂടി അതിനുശേഷം വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി എഴുതിയിട്ടുള്ളതും നല്ല സ്കോർ ചെയ്തുള്ള കുട്ടികളെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് മറ്റ് എക്സാമുകളുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാവുന്നതാണ്. നമുക്ക് വിചാരിച്ച പോലെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബോർഡ് എക്സാമിന് ശേഷം +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ബോർഡ് എക്സാമിന് ശേഷം ഇതിൻ്റെ പ്രിപ്പറേഷൻ ഫാസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അതല്ലാതെ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ ഒന്നും കൂടി ഫോക്കസ്ഡ് ആയിട്ട് മറ്റ് എക്സാംസിനുള്ള സ്റ്റഡീസുമായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊക്കെ കൂടി ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സ്കോർ കാർഡ് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായി പറ്റുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ ആൻസർ തെറ്റായിട്ടാണ് അവർ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇഗ്നൈറ്റിലെ കുട്ടികൾ ചലഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ട് ഇഗ്നൈറ്റിന് കൊടുക്കും. പക്ഷേ സാറായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനലായിട്ട് ചലഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, തെറ്റി ചലഞ്ച് ചെയ്യരുത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ആണ് ഇപ്പം എനിക്കിപ്പോൾ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പോയി നിങ്ങളുടെ സ്കോർ ചെക്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റിലോ മറ്റോ മെസ്സേജ് ആയിട്ടോ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.